إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒന്നുകൊണ്ട് മാത്രം ഒരു ഈദുൽ അദ്ഹക്ക് കൂടി സാക്ഷിയാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നീട്ടി തന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിനങ്ങേയറ്റം കടപ്പെട്ടവരും നന്ദിയുള്ളവരുമായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈദിലൂടെ അത് പ്രകടിപ്പിക്കാൻ, കാഴ്ചവെക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല, അല്ലാഹു അക്ബർ വഅജൽ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, തക്ബീർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ, അവന്റെ വലുപ്പത്തെ, അവനോടുള്ള ആദരവിനെ, ബഹുമാനത്തെ, അവന്റെ ഗാംഭീര്യത്തെ വാഴ്ത്തുന്ന തക്ബീർ, അത് നമ്മുടെ ഈദിന്റെ പ്രത്യേകതയാണ്. ഈദ് നമസ്കാരങ്ങളിലെ വർദ്ധിച്ചുള്ള തക്ബീർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആദരവും ബഹുമാനവും അവന്റെ മഹത്വവും വലുപ്പവും ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നാവിൽ തുളുമ്പി അത് വാനോളം ഉയരാൻ, അന്തരീക്ഷത്തിൽ അത് പ്രതിധ്വനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഹിജ്ജയുടെ ആദ്യ ദിവസം മുതൽ തന്നെ നമുക്ക് നിയമമാക്കിയിരിക്കുന്നു. വകബ്ബിർഹു തക്ബീറ, അല്ലാഹുവിന്റെ കൽപ്പനയാണത്. നിങ്ങൾ അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുക, അവന്റെ വലുപ്പത്തെ വാഴ്ത്തുക. വഅദ്ദിംഹു തഅളീമ, അവനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുക. അവന്റെ വലുപ്പവും മഹത്വവും ഗാംഭീര്യവും അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാവിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വലിയവനാണ്, അല്ല, അവൻ ഏറ്റവും വലിയവനാണ്. അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ മന്ത്രധ്വനികൾ അത് നമ്മുടെ നാവിൽ മാത്രം പരിമിതപ്പെട്ടുകൂടാ. നമ്മുടെ ഈദിന്റെ പ്രത്യേകതയാണ് തക്ബീർ എന്നത് നമുക്കറിയാം. പക്ഷേ അത് നമ്മുടെ നാവിൽ മാത്രം പരിമിതപ്പെട്ടുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയവനാണ്. അവൻ ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തിൽ വലിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമഗുണ വിശേഷണങ്ങളിൽ വലിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാഴ്ചയിൽ, അവന്റെ കേൾവിയിൽ, അവന്റെ മഹത്വത്തിൽ, അവന്റെ പ്രതാപത്തിൽ, അവന്റെ കാരുണ്യത്തിൽ, അവൻ നമ്മോട് കാണിക്കുന്ന, സൃഷ്ടികളോട് അവൻ കാണിക്കുന്ന ദയാവായ്പകളിൽ, അവന്റെ ഇഷ്ടത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിൽ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേരുന്ന സകല പ്രവർത്തനങ്ങളിലും, അല്ലാഹുവിലേക്ക് ചേരുന്ന സകല വിശേഷണങ്ങളിലും അവൻ വലിയവനാണ്, അവൻ ഏറ്റവും മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ബറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കാൻ, അവന്റെ മഹത്വത്തെ വാഴ്ത്താൻ വാക്കുകളില്ല എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. കേവലം തക്ബീറുകളിൽ, തഹ്മീദുകളിൽ, തസ്ബീഹുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വവും
അവനോടുള്ള പ്രകീർത്തനവും അവന്റെ സ്തുതികളെ വാഴ്ത്തലും പരിമിതപ്പെടുന്നില്ല. ഇല്ല, അതിന് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അല്ലാഹുവേ, നിന്നെ വാഴ്ത്തുന്നത്, നിന്നെ ഞാൻ പുകഴ്ത്തുന്നത്, നീ എത്രയാണോ നിന്നെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും നീ എത്രയാണോ ആഗ്രഹിക്കുന്നത്, നീ സ്വന്തത്തിന് നിശ്ചയിച്ചത് എത്രയാണോ അത്രയും എനിക്കതിനെ ക്ലിപ്തപ്പെടുത്താൻ, എനിക്കതിനെ പരിമിതപ്പെടുത്താൻ വാക്കുകളില്ല, വാചകങ്ങളില്ല, സാധിക്കുകയില്ല. അല്ലാഹു അക്ബർ ഫി റഹ്മതി. അല്ലാഹു അവന്റെ സൃഷ്ടികളോടുള്ള കാരുണ്യത്തിൽ മഹാനാണ്. അല്ലാഹു അക്ബർ ഫി ദിക്രി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയാൽ അവൻ വലിയവനാണ്. അല്ലാഹു അക്ബർ ഫി ഗദബി. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചാൽ, അവൻ ശിക്ഷിക്കാൻ തുനിഞ്ഞാൽ അവനേക്കാൾ വലിയവനായി, അവനേക്കാൾ കഠിനമായി ശിക്ഷിക്കുന്നവനും ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെക്കാളും എന്തിനേക്കാളും വലിയവനാണ്, മഹാനാണ്. സഹോദരങ്ങളെ, തക്ബീർ നമ്മുടെ നാവ് കൊണ്ട് ഉരുവിടുക എന്നുള്ളത്, നാവ് കൊണ്ടത് പ്രഖ്യാപിക്കുക എന്നുള്ളത് സുന്നത്താണ്. പക്ഷേ അതിനേക്കാളുപരി നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെക്കാളും എന്തിനേക്കാളും അവന്റെ മഹത്വവും വലുപ്പവും ഉയരുക എന്നുള്ളത് അത് നിർബന്ധമാണ്. തക്ബീർ അത് പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നിശ്ചയിച്ച് നമുക്ക് സുന്നത്താക്കിയ നാവ് കൊണ്ടുള്ള തക്ബീർ അത് പ്രത്യേകം നിർണിതമായി സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. പക്ഷേ ഖൽബ് കൊണ്ടുള്ള തക്ബീർ, ഖൽബിൽ അല്ലാഹുവിന്റെ മഹത്വവും വലുപ്പവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തക്ബീർ അത് സദാസമയവും മരണം വരെ ഒരു മുസ്ലിം നിലനിർത്തേണ്ടുന്ന തക്ബീറാണ്. നാവ് കൊണ്ട് മാത്രം പരിമിതപ്പെടാവതല്ല നമ്മുടെ തക്ബീർ. നമ്മുടെ ഈദിന്റെ ഒന്നാമത്തെ സന്ദേശം അതാണ്. നമ്മുടെ ഖൽബിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള തക്ബീർ അത് വാഴണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. എന്തിനേക്കാളും ആരെക്കാളും, തന്റെ വേണ്ടപ്പെട്ടവരെക്കാളും, താൻ സ്നേഹിക്കുന്ന തനിക്കടുത്തവരെക്കാളും, തന്റെ ഭൗതികമായ സമ്പാദ്യങ്ങളെക്കാളും, താൻ സ്വരുക്കൂട്ടിയ ദുനിയാവിലെ ഏത് സുഖങ്ങളെക്കാളും, തന്റെ നഫ്സിനേക്കാളും, തന്റെ സിരയിലോടുന്ന രക്തത്തെക്കാളും, തന്റെ ജീവനേക്കാളും തനിക്ക് റബ്ബിനെ ഏറ്റവും വലിയവനായി തോന്നണം. അതവന്റെ മനസ്സിൽ രൂഢമൂലമാകണം. അവന്റെ വിശ്വാസമായി, അവന്റെ ആദർശമായി മരണം വരെ വേരുറക്കണം. അതവന്റെ അവയവങ്ങളിലൂടെ പ്രകടമാകണം. ഇതാണ് തക്ബീറിന്റെ യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം ആന്തരികമായും ബാഹ്യമായി നാം ഉൾക്കൊള്ളണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ മഹത്വം തക്ബീറിന്റെ ധ്വനികളാൽ നാം വാഴ്ത്തണം. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ മഹത്വം മറ്റാരെക്കാളും ഹൃദയത്തിൽ സ്ഥാപിച്ച ഒരു മുഅ്മിൻ അല്ലാഹു സുബ്ഹാനഹു വ അല്ലാഹുവിലേക്കല്ലാതെ തിരിയുകയില്ല. അവന്റെ ഖൽബ് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിയുകയില്ല. അവൻ ഭയക്കുന്നത് അല്ലാഹുവിനെ മാത്രമായിരിക്കും. അല്ലാഹുവിനെ ഭയക്കുന്നത് പോലെ മറ്റാരെയും അവൻ ഭയക്കുകയില്ല. അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ മറ്റാരിലും അവൻ പ്രതീക്ഷ അർപ്പിക്കുകയില്ല. അല്ലാഹുവിലാണ് അവൻ പരമേൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് അവൻ ദുആ ചെയ്യുന്നത്. ആരാധനകളുടെ ഏതേതംശവും അല്ലാഹുവിന് മാത്രമാണ്. അവൻ ബലിയറുക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക നബിയെ, എന്റെ നിസ്കാരം, എന്റെ ബലി, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. അല്ലാഹുവിന്റെ തക്ബീർ ഖൽബിൽ വാണ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ഇത് ഉൾക്കൊള്ളും. അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് അവന്റെ ഖൽബ് തിരിയുകയില്ല. അല്ലാഹുവിനോടൊപ്പം അവനോടുള്ള ഇബാദത്തിൽ ഒരു പടപ്പിനെയും അവൻ പങ്കു ചേർക്കുകയില്ല. ശിർക്കിന്റെ യാതൊരു ലാഞ്ചനയും അവന് സംഭവിക്കുകയില്ല. എങ്ങനെ സംഭവിക്കും? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു ഏറ്റവും വലിയവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അവന്റെ ഖൽബ് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിയുകയും ചെയ്യുമ്പോൾ, പ്രതിസന്ധികളിൽ, വിഷമഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകൾ ഉയർത്തുന്നതിന് പകരം അമ്പിയാക്കളിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ, ഔലിയാക്കളിലേക്ക് കരങ്ങൾ നീട്ടുമ്പോൾ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുമ്പോൾ എങ്ങനെയാണ് അവന്റെ ഖൽബിൽ ആരെക്കാളും അല്ലാഹുവിന്റെ വലുപ്പവും മഹത്വവും വാഴുക? സാധിക്കുകയില്ല. ബലില്ലാഹ ഫഅബ്ദു വകും മിന ശാകിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു അവന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ നന്ദിയുള്ളവരായി തീരുക എന്ന് പറയുക നബിയെ. വൽ അർദു വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മഹത്വം ഖൽബിൽ ഉൾക്കൊള്ളാത്ത മുശ്രിക്കീങ്ങളെ പറ്റി പറയുകയാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. എന്തുകൊണ്ട് അവർക്ക് ശിർക്ക് സംഭവിക്കുന്നു? അല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയില്ല. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അല്ലാഹുവിന്റെ മഹത്വവും വലുപ്പവും ഗാംഭീര്യവും മറ്റാരെക്കാളും എന്തിനേക്കാളും അവർ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടില്ല. ആരാണവൻ? വൽ അർളു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്.
വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശങ്ങൾ, ഈ മഹാപ്രവിശാല വിസ്തൃതമായ ആകാശങ്ങൾ അവന്റെ വലതു കൈയിൽ അവൻ ചുരുട്ടിപ്പിടിക്കുന്നതാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ ഈ റബ്ബിനെ, ഈ മഹാനായ ഈ അല്ലാഹു അക്ബർ എന്ന് അവൻ പ്രഖ്യാപിക്കുന്ന, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയവനായ റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ അവനോട് ശിർക്ക് വെക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവൻ അതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പം തക്ബീറിൽ അവൻ നാവ് കൊണ്ട് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുന്ന ആ മഹത്തായ വാചകം ഖൽബ് കൊണ്ട് അവൻ തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നുവെങ്കിൽ ഇല്ല, ഒരു പടപ്പും ഒരു മുസ്ലിമും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അല്ലാത്തവരിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് തിരിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ മഹത്വം ഖൽബിലും നാവിലും ശരീരത്തിലും ഒരുപോലെ ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം ഖൽബിൽ സ്ഥാപിച്ചവർ, മറ്റാരെക്കാളും എന്തിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം ഖൽബിൽ സ്ഥാപിച്ചവർ മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ കേട്ടാൽ അതിന് കീഴൊതുങ്ങും. അല്ലാഹുവിന്റെ വിലക്കുകൾ അറിഞ്ഞാൽ അവരതിൽ നിന്ന് ഓടിയകലും. അല്ലാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ അവൻ ഏറ്റവും വലുത് റബ്ബാണ്, റബ്ബിന്റെ കൽപ്പനയാണ്. നിസ്കാരത്തിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ വിളിയാളങ്ങൾ പള്ളി മിനാരങ്ങളിലൂടെ ഉയരപ്പെട്ടാൽ അവന് സമാധാനമുണ്ടാകുകയില്ല. അവൻ എഴുന്നേൽക്കും, ഓടിയെത്തും, ഉളരിയെത്തും അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, നിസ്കാരത്തിലേക്ക്. കാരണം അല്ലാഹു അക്ബർ എന്നാണ് അവന്റെ പ്രഖ്യാപനം. അല്ലാഹു അക്ബർ മിൻ ദുനിയാക്, സഹോദര, നിന്റെ ദുനിയാവിനേക്കാൾ അല്ലാഹുവാണ് നിനക്ക് ഏറ്റവും വലിയവൻ. വ അക്ബർ മിൻ ഹവാക്, നിന്റെ ഇഷ്ടങ്ങളെക്കാൾ, നിന്റെ താല്പര്യങ്ങളെക്കാൾ അല്ലാഹുവാണ് നിനക്ക് ഏറ്റവും വലിയൻ. വ അക്ബർ മിൻ തിജാറതിക്, നിന്റെ കച്ചവടത്തെക്കാൾ അല്ലാഹുവാണ് നിനക്ക് ഏറ്റവും വലിയവൻ. വ അക്ബർ മിൻ ഉസ്റതിക് വ അക്ബർ മിൻ ഔലാദിക് വ അക്ബർ മിൻ ദിറാസതിക് വ അക്ബർ മിൻ റിയാലതിക്, നിന്റെ കുടുംബത്തെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ ഭാര്യയെക്കാൾ, നിന്റെ പഠനത്തെക്കാൾ, നിന്റെ കായിക മാമാങ്കങ്ങളെക്കാൾ അല്ലാഹുവാണ് നിനക്ക് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, അവന്റെ കൽപ്പനകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, അവൻ ഹറാമാക്കിയത് വിലക്കപ്പെട്ടാൽ അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിം അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് ശിരസാവഹിക്കും. അവന്റെ വിലക്കുകളിൽ നിന്ന് അവൻ ഓടിയകലും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് തക്ബീർ, ഇതാണ് തക്ബീറിന്റെ യാഥാർത്ഥ്യം, ഇതാണ് തക്ബീറിന്റെ സാക്ഷാത്കാരം. അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന മുഅ്മിൻ അവന്റെ ഖൽബിൽ ആ തക്ബീർ വാണിട്ടുണ്ടെങ്കിൽ, അവന്റെ ഖൽബിൽ ആ തക്ബീർ വാനോളം ഉയർന്നിട്ടുണ്ടെങ്കിൽ, പർവ്വത ശിഖരങ്ങളോളം ഉയരത്തിൽ ആ തക്ബീർ അവനിൽ വളർന്നു പന്തലിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഏറ്റവും ഇഷ്ടം അല്ലാഹുവിന്റെ ഇഷ്ടങ്ങളായിരിക്കും, അവൻ ഏറ്റവും വെറുക്കുന്നത് അല്ലാഹു വെറുത്ത കാര്യങ്ങളായിരിക്കും. അല്ലാഹുവിന് വേണ്ടിയേ അവൻ ആരെങ്കിലും സ്നേഹിക്കുകയുള്ളൂ. അവൻ ആരെങ്കിലും വെറുക്കുന്നുവെങ്കിൽ അല്ലാഹുവിന് വേണ്ടി മാത്രം. അവൻ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവന്റെ ദീനിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അവൻ വെറുക്കുന്നത് മറ്റാരൊക്കെ അതിനെ ഇഷ്ടപ്പെട്ടാലും അല്ലാഹുവിന്റെ ദീനിൽ അവൻ വെറുപ്പായി സ്ഥാപിച്ച കാര്യങ്ങൾ, പാടില്ല എന്ന് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ് അവൻ അവലംബം, അല്ലാഹുവിൽ മാത്രമാണ് അവൻ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മടക്കവും കീഴ്വണക്കവും താഴ്മയും വിനയവും പ്രകടിപ്പിക്കുന്ന ഒരു യഥാർത്ഥ അടിമയായി അവൻ മാറും. ദുനിയാവിലെ കെട്ടുപാടുകൾ, പ്രതിസന്ധികൾ, പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ആകുലതകൾ അവന്റെ ഹൃദയത്തിൽ നിസാരമായി തീരും. കാരണം അവൻ ആരെക്കാളും സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. സലഫുകൾ ചിലർ പറഞ്ഞതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചപ്പോൾ ദുനിയാവിലെ സകല മുസീബത്തുകളും എനിക്ക് പുഷ്പം പോലെ നിഷ്പ്രയാസം നീങ്ങുന്നതായി തോന്നി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് ഞാൻ പ്രഭാതമുണർന്നപ്പോൾ പ്രഭാതത്തിൽ എന്നെ ബാധിച്ച ദുരന്തങ്ങളും മുസീബത്തുകളും എനിക്ക് യാതൊരു വിലയുമില്ലാതായി മാറി. അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തി അടയുന്നവനായി ഞാൻ എന്നെ കണ്ടെത്തി എന്ന് മുൻഗാമികൾ പറഞ്ഞതുപോലെ. കാരണം അവൻ എല്ലാരെക്കാളും എന്തിനേക്കാളും സ്നേഹിക്കുന്നതും അവലംബിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് മാത്രമാണ്. അല്ലാഹുവിന്റെ മഹത്വം ഖൽബിൽ സ്ഥാപിച്ചവർ അവർക്കാണ് യഥാർത്ഥ ജീവിതം. അവരുടെ ജീവിതത്തിന്റെ തലം തന്നെ വേറെ തലത്തിലേക്ക് ഉയരും. അവരാണ് ജീവിതം ആസ്വദിക്കുന്നവർ, അവർക്കാണ് സമാധാനം കൈവരുക, അവർക്കാണ് സ്വസ്ഥതയുണ്ടാകുക. അല്ലാത്തവരുടെ ജീവിതം മൃഗതുല്യമായിരിക്കും, നാൽക്കാലികൾക്ക് സമാനമായിരിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ മഹത്വം ഹൃദയത്തിൽ വാഴുന്നവർ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ തത്തിക്കളിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ ഒന്നാമത്തെ സന്ദേശം,
ഈദ് കൊണ്ട് നമ്മൾ ഒന്നാമതായി ഒട്ടുപിടിക്കേണ്ടുന്ന ലക്ഷ്യം, യാഥാർത്ഥ്യമാക്കേണ്ടുന്ന, സാക്ഷാത്കരിക്കേണ്ടുന്ന മൂല്യം തക്ബീർ നാവിൽ പെരുമിടപ്പെടാതിരിക്കുക. നമ്മുടെ തക്ബീർ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പി അവയവങ്ങളിലൂടെ പ്രകടമായി നാവിലൂടെ പ്രതിധ്വനിക്കുക. നീ അതിനു വേണ്ടി പണിയെടുക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നിനക്ക് എന്തിനേക്കാളും ആരെക്കാളും വലിയവൻ. ജാഹിദ് നഫ്സക അലാ അൻ തുകബ്ബിറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തക്ബീർ അത് നിന്റെ മനസ്സുകൊണ്ട് വാഴ്ത്താൻ നീ പരിശ്രമിക്കുക. നീ നാവ് കൊണ്ട് വാഴ്ത്തുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള തക്ബീർ വാഴണം. ഇതാണ് ഈദിന്റെ ഒന്നാമത്തെ സന്ദേശം. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, ഈദ് നമുക്ക് സന്തോഷിക്കാനുള്ള സുദിനമാണ്, മുസ്ലിമീങ്ങളുടെ ആഘോഷമാണ്. മുസ്ലിമീങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയത്. ഒന്ന് ഈദുൽ ഫിത്റാണ്, രണ്ട് ഈദുൽ അദ്ഹയാണ്. ഹാദാ ഈദുന, ഇത് നമ്മുടെ ഈദാണ്, ഇത് നമ്മുടെ ആഘോഷമാണ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അവന് വേണ്ടി നിസ്കരിച്ചുകൊണ്ട്, അവന്റെ ദീനിന്റെ ഉത്ബോധനങ്ങൾ ശ്രവിച്ചുകൊണ്ട്, തക്ബീർ കൊണ്ട്, ദിക്ർ കൊണ്ട്, ഉളഹിയത്ത് കൊണ്ട് ആണ് നമ്മൾ ഈദ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈദിൽ, അതിന്റെ സന്തോഷ പ്രകടനങ്ങളിൽ, ആഘോഷങ്ങളിൽ അനിസ്ലാമികമായ അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒന്നും തൊട്ടുതീണ്ടിക്കൂടാ എന്ന് നമ്മൾ ദൃഢനിശ്ചയമെടുക്കണം. എങ്കിലാണ് ഈദിന്റെ ആത്മാവ് ഉൾക്കൊണ്ട യഥാർത്ഥ മുസ്ലിമീങ്ങളായി നമ്മൾ മാറുകയുള്ളൂ. സന്തോഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ച ഈദിൽ നമ്മൾ അതിയായി അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തി ശുക്ർ ചെയ്തുകൊണ്ട് ഹംദുകളും തക്ബീറുകളും അർപ്പിച്ചുകൊണ്ട് സന്തോഷിക്കുക. രണ്ടാമതായി സഹോദരങ്ങളെ, ഈദ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക സാഹോദര്യത്തിന്റെ അടയാളം, ആ മഹത്തായ ചിഹ്നം, ലോകർക്ക് മുസ്ലിമീങ്ങൾ കാഴ്ചവെക്കുന്ന സന്ദേശം പ്രകടിപ്പിക്കുന്ന മഹത്തായ ഈദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ, ഖുർആനിലും സുന്നത്തിലും മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അതുകൊണ്ട് ഐക്യപ്പെടാൻ, ഭിന്നിക്കാതിരിക്കാൻ, വഴികേടിലാകാതിരിക്കാൻ, മുസ്ലിം ഉമ്മത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന സൂത്രവാക്യം, അവിടുന്ന് ഓതിത്തരുന്ന പരിഹാരം അല്ലാഹുവിന്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും അല്ലാഹു നമ്മിലേക്ക് നീട്ടിത്തന്ന ആ പാശത്തിൽ കയറിൽ മുറുകെ പിടിക്കുക. അങ്ങനെ ഭിന്നിക്കാതിരിക്കുക. ഭിന്നിക്കാതിരിക്കാനുള്ള ഒറ്റമൂലി അത് മാത്രമാണ്. അല്ലാഹു പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ ഗുണത്തിലും നന്മയിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയിലും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. നിങ്ങൾ പരസ്പരം സഹകരിക്കുക, സഹായിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തിന്മയിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കാതിരിക്കുക. വഅതീഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ് റീഹുകും വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കക്ഷികളായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകും, നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ക്ഷമിക്കുക. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അവനെ ധിക്കരിക്കാതിരിക്കാൻ ക്ഷമ കാണിക്കുക. അതിനിടയിൽ സംഭവിക്കുന്ന ആകസ്മികമായ പരീക്ഷണങ്ങളിൽ അല്ലാഹുവിന്റെ വിധികളിൽ തൃപ്തിയടഞ്ഞുകൊണ്ട് ക്ഷമിക്കുക. ഇങ്ങനെ നിങ്ങൾ ക്ഷമാലുക്കളാകുക അല്ലാഹു നമ്മോട് പറയുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള നന്ദി പ്രകടനം, അവൻ നമുക്ക് ഈദ് ആഘോഷിക്കാൻ നൽകിയ തൗഫീഖിനുള്ള സന്തോഷ പ്രകടനം, അതാണ് ഈദ് എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി നമ്മൾ സന്തോഷിക്കുമ്പോൾ, ഈദ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ആരുടെയും സന്തോഷത്തിന് വിലങ്ങുതടിയാകരുത്. നമ്മുടെ ചിരിയും നമ്മുടെ നല്ല വാക്കും നമ്മുടെ സഹജീവികൾക്ക് കിട്ടാക്കനിയായി മാറരുത്. കൂട്ടിപ്പിടിക്കാൻ, വിളക്കി ചേർക്കാൻ, ചേർന്നു നിൽക്കാൻ, താങ്ങാകാൻ, തണലാകാൻ, കുളിരാകാൻ, ആശ്വാസം പകരാൻ, സാന്ത്വന വാക്കുകളേകാൻ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക. നല്ല വാക്കുകൊണ്ടെങ്കിലും മുസ്ലിമീങ്ങളെ വരവേൽക്കുക. ഇത് നമ്മുടെ ഈദിന്റെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ. എന്റെ അടിമകളോട് പറയുക നബിയെ, ഏറ്റവും നല്ല വാക്കുകൾ അവരോട് പറയാൻ വേണ്ടി പറയുക. സലാം പറയുക, പുഞ്ചിരിക്കുക, ഈദിന്റെ ആശംസകൾ നേരുക. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ആരോടും, ഏത് മുസ്ലിമിനോടും നല്ല വാക്കു പറയാൻ, സലാം കൊണ്ട് ആരംഭിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മടിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദര്യത്തിലാണ്. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. ഒരു യഥാർത്ഥ മുസ്ലിം മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതനാണോ എങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനെ നിർവചിക്കുന്നു. പക്ഷെ ശൈത്താൻ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും, ഛിദ്രതയുണ്ടാക്കും, പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അല്ലാഹു താക്കീത് ചെയ്യുന്നു, ഇന്ന ശൈത്താന യൻസഉ ബൈനഹും ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. ശൈത്താൻ അവർക്കിടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ശൈത്താനാണ് അതിന്റെ ആൾ, ശൈത്താൻ അത് ഉണ്ടാക്കുന്നത്. അത് തിരിച്ചറിയണം. ശൈത്താൻ മനുഷ്യന്റെ വ്യക്തനായ ശത്രുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഈദ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, നന്മയാണ്, പുണ്യമാണ്. ഒരു നന്മയും നമ്മൾ വിട്ടുകളഞ്ഞുകൂടാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ, അയൽവാസിയെ ആദരിക്കാൻ, മുതിർന്നവരെ ബഹുമാനിക്കാൻ, ഉലമാക്കളെ അവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകി ആദരിക്കാൻ, ചെറിയവരോട്, പ്രായം കുറഞ്ഞവരോട് കരുണ കാണിക്കാൻ, രോഗികൾക്ക് താങ്ങാകാൻ, തണലാകാൻ, അശരണരെ, പാവപ്പെട്ടവരെ, അനാഥകളെ, അഗതികളെ ചേർത്തു പിടിക്കാൻ, ഏകോദര സഹോദരങ്ങളായി മാറാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഹഖിനു വേണ്ടി പരസ്പരം സഹകരിക്കാൻ, ശത്രുതയില്ലാതിരിക്കാൻ, അക്രമം പ്രവർത്തിക്കാതിരിക്കാൻ, അനീതി പ്രവർത്തിക്കാതിരിക്കാൻ, ഇസ്ലാമിക സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ചിഹ്നങ്ങൾ മുറുകെ പിടിക്കാൻ, കുടുംബബന്ധം ചേർക്കാൻ, ഇങ്ങനെ ഇസ്ലാമിന്റെ മനോഹരമായ സ്വഭാവ പെരുമാറ്റ മൂല്യങ്ങൾ അത് മാലോകർക്ക് പകർന്നു നൽകാൻ, ഇസ്ലാം അതിലൂടെ ആകർഷിക്കപ്പെടാൻ, മുസ്ലിമീങ്ങളുടെ തിരിച്ചറിയപ്പെടാൻ, നഷ്ടപ്രതാപം ഇസ്ലാമിലേക്ക് തിരിഞ്ഞുവന്ന് നമുക്ക് വീണ്ടെടുക്കാൻ. ഇതാണ് നമ്മുടെ ഈദിന്റെ മറ്റു സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വ അജൽ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഈദ് സുദിനത്തിൽ, ഈദുൽ അദ്ഹയിൽ, ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് നമുക്ക് ശറഅക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ് നാം മനസ്സിലാക്കിയതുപോലെ ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമം ഉച്ചരിച്ച് ബലിമൃഗങ്ങളെ അറുക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകിയതിൽ അത് പ്രകടിപ്പിക്കാൻ നാം അതിയായ സന്തോഷമുള്ളവരായി മാറണം. നമുക്കതിനോട് അലർജിയോ വെറുപ്പോ അത് പ്രാകൃതമെന്നോ അത് ഇക്കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നോ, ഇസ്ലാം രക്തം ചിന്തലും അതുപോലെ തന്നെ അക്രമവും അതല്ലെങ്കിൽ നാൽക്കാലികളോട് പോലും കരുണ കാണിക്കാത്ത സംസ്കാരം വെച്ച് തീണ്ടുന്നവരാണെന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അപജൽപ്പനങ്ങൾ നമ്മൾ ഒരിക്കലും കാതുവെക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മോട് ആവശ്യപ്പെട്ടത് രക്തമല്ല, മാംസമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളുടെ വിശാലതയല്ല, മറിച്ച് അല്ലാഹു പറഞ്ഞല്ലോ, ലയ്യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ. ആ ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല, അല്ലാഹുവിന് അതിന്റെ ആവശ്യമില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും. അത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ച തഖ്വയുണ്ടല്ലോ, ഹൃദയത്തിനകത്ത് നാം സ്വരുക്കൂട്ടിയ തഖ്വ അല്ലാഹു കൽപ്പിച്ചു, ഞാനിത് നിർവഹിക്കുന്നു അവന് വേണ്ടി, അവന്റെ കൂലി പ്രതീക്ഷിച്ച്. ഈ തഖ്വയാണ് അല്ലാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിഹ്നമാണ്, ആളുകൾ അകന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഇബാദത്താണ്. മില്ലത്തുൽ ഇബ്രാഹിമിയ, നമ്മുടെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അബുൽ അംബിയ, അബുൽ ഹുനഫ, അദ്ദേഹത്തിന്റെ മില്ലത്താണ് നാം പിൻപറ്റുന്നത്. ഇബ്രാഹിമി മില്ലത്താണത്, അതിന്റെ പാരമ്പര്യമാണത്, ഇസ്ലാമിന്റെ കുത്തകയാണത്. വസുന്നത്തുൽ മുഹമ്മദിയ, നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാഴ്ചവെച്ചു തന്ന മഹത്തായ സുന്നത്താണത്. നമ്മളത് വീണ്ടെടുക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ വർഷവും ബലിമൃഗങ്ങളെ ഈദുൽ അദ്ഹയോടനുബന്ധിച്ച് അറുക്കാറുണ്ടായിരുന്നു. അവിടുത്തെ കരങ്ങൾ കൊണ്ട് അവിടുന്ന് ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ഉരുവിട്ടുകൊണ്ടാണ് അവിടുന്ന് ഉദ്ഹിയ്യത്ത് അറുത്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വമിൻ ഉമ്മത്തി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദിൽ നിന്നും, മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും, മുഹമ്മദിന്റെ ഉമ്മത്തിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ റബ്ബേ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ് നമ്മൾ ഉദ്ഹിയ്യത്തിന് നിശ്ചയിക്കപ്പെട്ട ഉരുവിന്റെ ഹൽക്കിൽ അറുക്കേണ്ടത്, അവരുടെ കഴുത്തിൽ കത്തിവെക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ബിദ്അത്തുണ്ട്. ആളുകൾ എല്ലാവരും നമ്മൾ ഈദിനെ തക്ബീർ ചൊല്ലിയതുപോലെ കൂട്ടമായി, ജമാഇയായി, ഒരേ സ്വരത്തിൽ, ഒരേ എണ്ണത്തിൽ, ഒരേ താളത്തിൽ, ഒരേ ഈണത്തിൽ തക്ബീർ ചൊല്ലുന്നത്, അത് ഉദ്ഹിയ്യത്തിന്റെ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും പണ്ഡിതന്മാർ ബിദ്അത്താണ്, ദീനിലില്ലാത്ത പുത്തനാചാരമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തക്ബീർ ഓരോരുത്തരും വ്യക്തിഗതമായി അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട്, പാട്ടല്ലാതെ, ഈണം പിടിക്കാതെ, താളത്തിലല്ലാതെ, ഒരേ എണ്ണത്തിലൊക്കാതെ എല്ലാവരും ഉച്ചത്തിൽ ഒരുമിച്ച്
യാദൃച്ഛികമായത് ഒരുമിക്കുന്നുവെങ്കിൽ സംഭവിക്കട്ടെ. അതല്ലാതെ ബോധപൂർവം ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റൊരാളെ ഏറ്റുചൊല്ലി അങ്ങനെയല്ല തക്ബീറിന്റെ മന്ത്രധ്വനികൾ നമ്മൾ ഉരുവിടേണ്ടത്. നമ്മൾ നിസ്കാര ശേഷമുള്ള ദിക്റുകൾ എങ്ങനെയാണ് ചൊല്ലാറുള്ളത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതെങ്ങനെയാണ് ചൊല്ലാറുള്ളത്? ഓരോരുത്തരും വ്യക്തിഗതമായി അവനവനെ കേൾപ്പിച്ചു ചൊല്ലുന്നു. ഇത് അല്പം ഉച്ചത്തിൽ ആളുകളെ കേൾപ്പിക്കുന്ന രൂപത്തിൽ, അവരെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ എല്ലാവരും വ്യക്തിഗതമായി ചൊല്ലുന്നു. ഇങ്ങനെയാണ് തക്ബീറിന്റെ പൊതുവായ രൂപം. അറുക്കുമ്പോൾ, ഉളുഹിയത്ത് നിർവഹിക്കുമ്പോൾ അറുക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹം ഒരുവിന്റെ കഴുത്തിൽ കത്തിവെച്ച് ബിസ്മില്ലാ അല്ലാഹു അക്ബർ, ഖലാസ്, ഇത്രയുള്ളൂ. അതല്ലാതെ എല്ലാവരും കൂടി ഇന്ന് തക്ബീറിന്റെ അപൂർണ്ണ രൂപം നമ്മൾ ആവർത്തിച്ച് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ഈ പൂർണ്ണ രൂപം എല്ലാവരും ഒരുമിച്ച് ചൊല്ലേണ്ടതില്ല. അറുക്കുന്ന വ്യക്തി ബിസ്മില്ലാ അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്യുക. ആരിൽ നിന്നാണോ അവരുടെ പേര് പറയാം. ഇതാണ് ഉളുഹിയത്തിന്റെ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. നമ്മൾ അത് അറുക്കുക, അതിൽ നിന്ന് നമ്മൾ സ്വയം ഭക്ഷിക്കുക, അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസ വൽ ഫഖീർ വഅത്ഇമുൽ ബാഇസ വൽ ഫഖീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അതിൽ തിന്നണം, നിങ്ങൾ അത് ആവശ്യമുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് സ്വതക്കയായി നൽകണം, അവരെ ഭക്ഷിപ്പിക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് സമ്മാനമായി നമുക്ക് സാധിക്കുമെങ്കിൽ അത് നൽകാൻ ഉളുഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് ഒരു വിഹിതം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈദിലെ ഖുതുബകളിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സ്ത്രീകളെ അവിടുന്ന് പ്രത്യേകം വിളിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളോട് പറയുന്നു, വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. നിങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക സ്ത്രീകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയെ പടച്ച, പുരുഷനെ പടച്ച, മാലോകരെ മുഴുവൻ പടച്ച, സകല ചരാചരങ്ങളെയും പടച്ച റബ്ബ് മുസ്ലിം സ്ത്രീകളോട് പറയുന്നു, വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക. ആവശ്യത്തിന് മാത്രം, അത്യാവശ്യത്തിന് മാത്രം നിങ്ങൾ പുറത്തിറങ്ങുക. ആധുനിക സ്ത്രീകൾക്ക് ദഹിക്കാത്ത അല്ലാഹുവിന്റെ സംസാരമാണിത്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. ജാഹിലിയ്യത്തിലെ അജ്ഞാന കാലഘട്ടത്തിലെ അഴിഞ്ഞാട്ടം, സൗന്ദര്യ പ്രകടനം, മേനിനടിക്കൽ നിങ്ങൾ നടത്തിക്കൂടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. വഅഖിംന സ്വലാ. ആ പാതിവൃത്യം നിങ്ങൾ താഴ്ത്തു സൂക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ ഐഫത്ത് സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക. വആതീന സക്കാ, നിങ്ങൾ സക്കാത്ത് നിർവഹിക്കുക. വഅതിഅനല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. സ്ത്രീകളെ, ഈ വാചകങ്ങൾ നിങ്ങൾ കാതോർക്കണം. ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. നിങ്ങൾ അന്യ പുരുഷന്മാരോട്, അന്യ ആണുങ്ങളോട് കൊഞ്ചിക്കുഴയുന്ന രൂപത്തിൽ, അവരെ ഹൃദയത്തെ നിക്കളിപ്പെടുത്തുന്ന വൈകാരിക തലങ്ങളിലേക്ക് അവരെ ചിന്തയെ ഉയർത്തുന്ന രൂപത്തിൽ ലോലമായി മൃദുലമായി പോലും നിങ്ങൾ സംസാരിക്കരുത് അന്യ പുരുഷന്മാരോട്. അത് വീട്ടിൽ കച്ചവട സാധനങ്ങൾ വിൽക്കാൻ വരുന്നവനാകട്ടെ, അതല്ലെങ്കിൽ വീട്ടിൽ വരുന്ന കൂലിക്കാരനാകട്ടെ, പണിക്കാരനാകട്ടെ, ആരോടാണെങ്കിലും അവരോടൊരു സോഫ്റ്റ് കോർണർ സ്വരത്തിൽ നിങ്ങൾ സംസാരിക്കുക പോലും വരുത്. അവർക്കത് ഫിത്നയുണ്ടാക്കും. അതിന് നമ്മൾ കാരണക്കാരികളാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നു. ജിൽബാബിന്റെ പാതിവൃത്തത്തിൽ ആത്മീയവും ശാരീരികവുമായ ഇസ്ലാമിലെ സ്ത്രീയുടെ മനോഹരമായ അടയാളം ജിൽബാബ്, അവളുടെ മുഖാവരണം, ശരീരം മുഴുവൻ അന്യപുരുഷരുടെ മുമ്പിൽ മറക്കപ്പെടുന്ന ആ മഹത്തായ ജിൽബാബിന്റെ ആത്മീയമായ പരിരക്ഷയ്ക്കുള്ളിൽ നിങ്ങൾ വളരുക. നിങ്ങളുടെ മക്കളെ, പെൺകുട്ടികളെ വളർത്തുക, അവരെ ലജ്ജയുള്ളവരാക്കുക. ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് അവർ കോതിക്കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വഹാബി വനിതകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വനിതകൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജ ബീവിയും ഫാത്തിമ ബീവിയും അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയും മുന്നിൽ നടക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മാതൃകാ മഹിളാരത്നങ്ങൾ. അവരായിരിക്കണം നമ്മുടെ റോൾ മോഡൽസ്, അവരായിരിക്കണം നമ്മുടെ മാതൃകാ വനിതകൾ. സ്ത്രീകളെ, നിങ്ങളിത് കാതോർക്കുക. അതല്ലാതെ ഏതെങ്കിലും യൂട്യൂബേഴ്സും ഏതെങ്കിലും ബ്ലോഗേഴ്സും ഏതെങ്കിലും സോഷ്യൽ മീഡിയ തലങ്ങളിൽ പേരെടുക്കപ്പെട്ട സെലിബ്രിറ്റികളും ഗായികമാരും സിനിമാ നടിമാരും ദുനിയാവിന് വേണ്ടി ജീവിച്ച് മരിച്ച് ഒടുങ്ങുന്ന ഭൗതിക തൊട്ടുന്ന ഫെമിനിസ്റ്റുകളുമല്ല നമ്മുടെ മാതൃകാ വനിതകളായി മാറേണ്ടത്. ഇതാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, റമദാൻ മാസം കൃത്യമായി നോമ്പെടുക്കുക, നിങ്ങളുടെ പാതിവൃത്യം സംരക്ഷിക്കുക, നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുക. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. تقبل الله منا ومنكم. عيدكم مبارك.